നമസ്കാരം. ആഗോള ഭീകരതയെ തകർക്കാൻ നെടുനായകത്വം വഹിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ ഇങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്ത്യ ഇതൊരു ലോക ശക്തിയായി തന്നെ പരിണമിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യക്കെതിരെ വരുന്നവർ, ഇന്ത്യയോട് കളിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നവർ ഇപ്പോഴത്തെ പാകിസ്ഥാന്റെ അവസ്ഥ ഒന്ന് കണ്ടോളുക. മുടിഞ്ഞ് കുത്തുവാളയെടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണവർ. അങ്ങനെ തകർക്കാനോ തളർത്താനോ കഴിയുന്ന ഒരു രാജ്യമല്ല ഇത്. മതഭീകരത വളർത്തുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും കുറിച്ചിട്ടോളൂ. നിങ്ങൾ തലകുത്തി നിന്നാലും ഇന്ത്യ എന്ന മതേതരത്വ രാജ്യം എന്നും ഇതുപോലെ തന്നെ നെഞ്ചും വിരിച്ചു തന്നെ നിൽക്കും. നിങ്ങളെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഞങ്ങളുടെ വെല്ലുവിളി തന്നെയാണ്. ലോകത്തിന് മുമ്പിൽ ഞങ്ങൾ വലിയ ആണവ ശക്തിയാണ്, ഞങ്ങളുടെ പക്കൽ ചൈനീസ് ആയുധം, തുർക്കിയുടെ ഡ്രോൺ എന്നിങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നിരത്തി വലിയ വായിൽ ഡയലോഗ് വിട്ട പാകിസ്ഥാൻ ഇന്ന് മരണം മുന്നിൽ കണ്ടുകൊണ്ട് പേടിച്ചു വിറച്ചാണ് ഇന്ത്യക്ക് മുമ്പിൽ അടിയറവ് പറഞ്ഞത്. ഇന്ത്യയുടെ അടുത്ത നീക്കത്തിൽ പാകിസ്ഥാൻ ഭസ്മമാവുമെന്ന അറിവ് കിട്ടി അടിയന്തര നടപടിയെടുത്ത് ഞങ്ങളെ ഇന്ന് രക്ഷിക്കണേ എന്ന് നിലവിളിച്ചുകൊണ്ടാണ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പിന്നെ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ നമുക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് അതവിടെ തീരുമാനമായി. അല്ലെങ്കിലും പാകിസ്ഥാനെ പോലെ ഭീകരതയും രക്തപ്പൊടിയൊന്നും അല്ലല്ലോ നമ്മുടെ ലക്ഷ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. പിന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് എല്ലാ തരത്തിലും ഉഗ്രൻ തിരിച്ചടി കൊടുത്ത് പാകിസ്ഥാന്റെ സകല നാഡീ ഞരമ്പുകളും നമ്മൾ തകർത്തി കളഞ്ഞതുമാണ്. എന്തായാലും നിലവിൽ ഇന്ത്യയുടെ സൈനിക നടപടിക്ക് ശേഷമുള്ള പാകിസ്ഥാന്റെ തകർന്ന് തരിപ്പണമായ ചിത്രങ്ങൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് പ്രചരിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാം ഇന്ത്യയുടെ ഈ സാമ്പിൾ വെടിക്കെട്ടിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി സംഭവിക്കാൻ കിടക്കുന്നത് എന്നും. സാമ്പത്തിക തളർച്ച അല്ലെങ്കിൽ അതിന്റെ അഭാവം, അതുമല്ലെങ്കിൽ രാഷ്ട്രീയ സന്തുലിതാവസ്ഥ, ഇതൊക്കെയാണ് ഇന്ന് പാകിസ്ഥാന് മുമ്പിലുള്ളത്. ദ്വിരാഷ്ട്ര സിദ്ധാന്തം ഊതിക്കത്തിച്ച് പാകിസ്ഥാൻ രൂപവൽക്കരണത്തെ ന്യായീകരിക്കുകയും ലഷ്കർ എ ഫിദായിനുകളെ പഹൽഗാം ആക്രമണത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്ത ജനറൽ മുനീറും അദ്ദേഹത്തിന്റെ സൈനിക സഹപ്രവർത്തകരും പ്രതീക്ഷിച്ച പ്രതികരണമല്ല ഇന്ത്യയിൽ നിന്നും കിട്ടിയത്. 1960 സിന്ധു നദീതട കരാർ മരവിപ്പിച്ചത് ഒരുപക്ഷെ അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒന്നാണ്. പാകിസ്ഥാന്റെ ജീവനാഡിയായ സിന്ധു നദിയിന്മേൽ ഉണ്ടായിരുന്ന മോദി സർക്കാരിന്റെ തീരുമാനം ചെറുതായിട്ടൊന്നുമല്ല പാകിസ്ഥാനിൽ പ്രതിഫലിക്കുന്നതും. നിലവിലുള്ള പാകിസ്ഥാന്റെ ജലവിതരണത്തെ ഇപ്പോഴുണ്ടായ ജലക്ഷാമം കാര്യമായി തന്നെ ബാധിക്കും. രാജ്യം മുഴുവൻ വരണ്ട കാലാവസ്ഥയിലാകും. ഉണ്ടാകാൻ പോകുന്ന ആഘാതം ചെറുതൊന്നുമല്ല. ഈ അവസ്ഥയിൽ അനിശ്ചിതമായ ഒരു ഭാവിയിലേക്കാണ് പാകിസ്ഥാൻ നീങ്ങുന്നതെന്ന് തന്നെ നമുക്ക് ഊഹിക്കാം. ഗൗരവം തീരെയില്ലാത്ത ഉന്നതരും സൈന്യവും നയിക്കുന്ന പാകിസ്ഥാനെ രക്ഷിക്കാനോ അല്ലെങ്കിൽ നയിക്കാനോ ആരുമില്ല. രാജ്യം നേരിടുന്നത് എത്ര വലിയ വെല്ലുവിളികളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അവർക്കില്ല. അത്രത്തോളം വിഡ്ഢികളായിട്ട് ഇരുട്ടിൽ തപ്പുകയാണവർ. പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമത്താവളങ്ങൾ മുതൽ തുറമുഖം, നഗരങ്ങൾ, വമ്പൻ കെട്ടിടങ്ങൾ, ഭീകരരുടെ ക്യാമ്പുകൾ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇന്നുള്ളത്. അതോ വെറും 96 മണിക്കൂറിനുള്ളിലാണ് ഇന്ത്യ പാകിസ്ഥാനെ നട്ടലൊടിച്ച് മടക്കി കയ്യിൽ കൊടുത്തത്. മതഭീകരവാദത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അവന്മാർക്ക് ഇനിയൊന്ന് ഉയർത്തെഴുന്നേൽക്കാൻ ഒരുപാട് സമയം പിടിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഇതിലൂടെ നമ്മുടെ ഇന്ത്യ ലോകത്തിന് മുമ്പിൽ ഇന്നൊരു സൂപ്പർ പവറായി എന്ന് എഴുതി ചേർക്കുന്നു. എന്നാൽ അതേസമയം മറുവശത്ത് പാകിസ്ഥാനെ നോക്കിയാൽ അവിടെ ഇതൊക്കെ ഒരുപാട് നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്നാമതേ നശിച്ച് പണ്ടാറമടക്കിയിരിക്കുന്ന രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കൂടാതെ ഒരു വലിയ വിപത്തും അവർക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നത് പോലെ ബലൂചിസ്ഥാന്റെ കയ്യേറ്റത്തിനേക്കാൾ ഒക്കെ മേലെയാണത്. അവർ അതിഭീകരമായ ഒരു ദുരിത കയത്തിലേക്കാണ് ചെന്ന് പതിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കടക്കാം. ആദ്യം തന്നെ അവിടുത്തെ മിലിറ്ററി പോസ്റ്റുകളും വ്യോമത്താവളങ്ങളും പാടി നശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഇനി അവർക്ക് പുനർനിർമ്മിക്കാനായി ഇനി ഒന്നിൽ നിന്നും വേണം തുടങ്ങാൻ. അതിനാണെങ്കിൽ കാലങ്ങളോളം വേണ്ടിവരും. അവരുടെ മിക്ക ലോഞ്ച് പാഡുകളും മണ്ണോട് മണ്ണായി പുതഞ്ഞ ചിത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും. കൂടാതെ പലയിടങ്ങളിലും ഒരു പ്രതിരോധത്തിന് ശ്രമിക്കാൻ പോലും നിൽക്കാതെ പാക് പട്ടാളം ജീവനും കൊണ്ടോടിയ സാഹചര്യം വരുണ്ടായി. അതായത് നമ്മുടെ ഡ്രോണുകൾ അങ്ങോട്ടേക്ക് അയച്ചപ്പോൾ പാകിസ്ഥാൻ പട്ടാളക്കാർ അതൊന്ന് തടുക്കാനോ എതിർക്കാനോ ഒന്നും നിൽക്കാതെ ജീവനും കൊണ്ട് ഓടുന്ന ചിത്രങ്ങളൊക്കെ കണ്ടിരുന്നു. ഒന്നാമത് ഭീകരവാദം വളർത്താൻ അല്ലാതെ രാജ്യത്തിന്റെ ഉന്നതിക്ക് വേണ്ടി 10 പൈസ എടുക്കാനില്ലാത്ത ഒരു രാഷ്ട്രം അവരിനി എങ്ങനെ ഇതൊക്കെ തിരിച്ചു കൊണ്ടുവരും എന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും.
ഇനി അടുത്തത് ഭക്ഷ്യക്ഷാമമാണ് അവർക്ക് മുന്നിലുള്ളത്. ഇപ്പൊ തന്നെ പട്ടിണി കിടന്ന് ഒരുപാട് പാവങ്ങൾ അവിടെ നിലവിളിക്കുന്നുണ്ട്. പാവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, പാകിസ്ഥാനിലെ സിവിലിയൻസ്. പാകിസ്ഥാനിൽ നിലവിൽ വൻതോതിൽ ഭക്ഷണ ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടാക്കനി ആയിരിക്കുകയാണ്. ഒന്നാമത് സിവിലിയൻസിന്റെ കയ്യിൽ നയാ പൈസ ഇല്ല. ഇനി ഇന്ധനക്ഷാമം. അവിടെ ഇപ്പോൾ ഇന്ധനക്ഷാമം വളരെ വലിഞ്ഞു മുറുകിയ സ്ഥിതിയിലാണുള്ളത്. അതായത് പാകിസ്ഥാനിലെ പെട്രോൾ പമ്പുകൾ അടച്ചിട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 50 മണിക്കൂറിലേറെ ആവുകയാണ്. അവിടെ എന്തായാലും ഇന്ധനക്ഷാമം മുന്നിൽ നിൽക്കുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഇനി നമുക്ക് ചൈനയുടെ ചില കളിക്കോപ്പുകളിലേക്ക് കടക്കാം. അതായത് സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ ഇന്ന് ചിരിച്ച് മണ്ണ് തപ്പം. അത്രത്തോളം രസകരമാണ് ചൈനയുടെ കാര്യം. സത്യം പറയാലോ, അമേരിക്കക്കെതിരെയുള്ള ഇവന്മാരുടെ നിലപാടും തായ്വാന്റെ കാര്യത്തിലൊക്കെയുള്ള ഡയലോഗൊക്കെ കേട്ടപ്പോൾ ഇവന്മാർ ഇത്രയ്ക്ക് പരിതാപകരമാണെന്ന് ചിന്തിച്ചത് പോലുമില്ല. പാവം പാക്കികളുടെ കാര്യമാണ് കഷ്ടം. വിശ്വസിച്ച് നിർത്തിയ എല്ലാം കണക്കായിരുന്നു. അതിപ്പോ ചൈന ആയാലും തുർക്കി ആയാലും. ചൈന അവർക്ക് കൊടുത്ത മിസൈല് പൊട്ടാതെ ഒന്നും സംഭവിക്കാതെ നമ്മുടെ ഏതോ ഒരു കൃഷിയിടത്തിൽ ചളിയിൽ പുതഞ്ഞൊക്കെ കിട്ടിയിരുന്നല്ലോ. പിന്നെ തുർക്കിയുടെ കാര്യത്തിലേക്ക് നോക്കാം. തുർക്കി അവർക്ക് കൊടുത്ത ഡ്രോൺ നോക്കിയാൽ ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അവർക്ക് ഏൽപ്പിച്ചത്. അതൊക്കെ അതിർത്തി പോലും നമ്മുടെ അതിർത്തി പോലും ആ ഡ്രോണുകളൊന്നും കണ്ടിട്ടില്ല എന്നതാണ് ഏറ്റവും രസകരം. അടുത്തത് അമേരിക്കയുടെ ഊഴാണ്. അതും കണക്ക് തന്നെ. അതുകൊണ്ടാണല്ലോ പരിപാടി വേഗം അവസാനിപ്പിക്കാനായി ട്രംപ് ഇത്ര കണ്ട് ഉത്കണ്ഠ കാണിച്ചത്. ഇല്ലെങ്കിൽ ലോക ആയുധ വിപണിയിൽ അമേരിക്ക കീഴ്മേൽ മറിയുമല്ലോ. ഒന്നുറപ്പാണ്, ഇതിലൂടെ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യയുടെ പവറാണ് ഊട്ടി ഉറപ്പിക്കപ്പെട്ടത്. ഒരു തരത്തിൽ പോലും വേറൊരു രാജ്യത്തിന്റെയും പിന്തുണ ഇല്ലാതെ ഒറ്റയാനായി നമ്മൾ അടിച്ചു തിമിർത്തു. പ്രതിരോധത്തിലോ ആയുധക്കരുത്തിലോ നമ്മളെ മോശം പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇനി നമുക്ക് പാകിസ്ഥാന്റെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതിനുള്ള കാരണം ഒന്ന് പരിശോധിക്കുമ്പോൾ, പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഭൂരിഭാഗവും രാജ്യം ഭരിച്ചിരുന്നത് സൈനിക സ്വേച്ഛാധിപതികളായിരുന്നു. സൈന്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ കുമ്പിട്ട് നിന്ന ചരിത്രം തന്നെയാണ് പാകിസ്ഥാനിൽ എന്നും ഉള്ളത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ജനറൽ അസീം മുനീറും അദ്ദേഹത്തിന്റെ ഏപ്രിലെ ദ്വിരാഷ്ട്ര സിദ്ധാന്ത പ്രഭാഷണവും ചർച്ച ചെയ്യുകയുണ്ടായി. ആ പ്രസ്താവനകൾ ഒരു മുൻകൂർ പ്രഖ്യാപനം പോലെയായിരുന്നു. രാജ്യത്തിന്റെ സൈനികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാനും ദേശീയ ഐക്യം നേടിയെടുക്കാനും ഇന്ത്യയുമായുള്ള യുദ്ധം അദ്ദേഹം അടക്കമുള്ള സൈനിക മേധാവികൾക്ക് ആവശ്യമായിരുന്നു. സാമ്പത്തികമായി പട്ടിണിയിലായ ഒരു ജനസമൂഹത്തിന്റെ മേൽ സൈന്യം യുദ്ധം അടിച്ചേൽപ്പിച്ചിട്ടും അതിനെ ആരും ചോദ്യം ചെയ്യാത്ത അവസ്ഥ പാകിസ്ഥാനിൽ മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. 2008 അവസാന സൈനിക ഏകാധിപതിയും പുറത്താക്കപ്പെട്ടതിന് ശേഷം സിവിലിയൻ നേതൃത്വത്തിലായ ഭരണകൂടത്തിന്റെ അസ്തിത്വം തന്നെ ഭീഷണിയിലാണ് ആയിരിക്കുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ അമിത വേവലാതിയും രാജ്യത്തിന്റെ ഒറ്റപ്പെടലിന് കാരണമാണെന്നത് മറ്റൊരു സത്യം തന്നെയാണ്. പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പ്രശ്നത്തിന്റെ പ്രധാനപ്പെട്ട കാരണം അത് പറയാമല്ലോ, തന്റെ മിടുക്കിനെ കുറിച്ചുള്ള സൈനിക മേധാവിയായ മുനീറിന്റെ അഹംഭാവം മാത്രമാണ്. യുദ്ധം 90% കാത്തിരിപ്പാണെന്ന് ഫീൽഡ് മാർഷൽ മനേക് ഷാ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിട്ടുണ്ട്. 1971 അത്തരമൊരു തന്ത്രം ഗുണം ചെയ്തുവെങ്കിൽ ഇന്നത്തെ ലോക വ്യവസ്ഥയിൽ അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റിനോട്, അതായത് പുടിനോട് ഒരിക്കൽ പറഞ്ഞിരുന്നു, ഈ യുഗം യുദ്ധത്തിൻ്റെതല്ല, അതിനാൽ ജാഗ്രതയോടെയായിരുന്നു മോദിയുടെ നീക്കം. ജലനയങ്ങളിലൂടെയായിരുന്നു ആദ്യത്തെ ആക്രമണം. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് ദീർഘകാല അടിസ്ഥാനത്തിൽ പാകിസ്ഥാനുള്ള ഏറ്റവും വലിയ ഒരു അടി തന്നെയായിരുന്നു. നിലവിലെ സാഹചര്യങ്ങളും സൈന്യത്തിന്റെ തയ്യാറെടുപ്പും പരിഗണിച്ചുകൊണ്ടുള്ളതായിരുന്നു മോദി സർക്കാരിന്റെ പ്രതികരണം. എത്രയും പെട്ടെന്ന് ശക്തമായ സൈനിക തിരിച്ചടി ആവശ്യമാണെന്ന പൊതുവികാരം ആളിക്കത്തിയിട്ടും പദ്ധതികൾക്കനുസരിച്ച് നീങ്ങാനുള്ള തീരുമാനം പാകിസ്ഥാനെ തകർത്ത് കളഞ്ഞു. ആകെ ആശയക്കുഴപ്പത്തിലായ ഇസ്ലാമാബാദ് ചില തെറ്റുകളും വരുത്തി. 2025 ഭൗമ രാഷ്ട്രീയം തിരിച്ചറിയാൻ അവരുടെ വിദേശ നയതന്ത്രത്തിന് പോലും ആയില്ല. ക്വാഡും റഷ്യയും അടക്കം ഇന്ന് ഇന്ത്യക്കും മോദിക്കും സുഹൃത്തുക്കളും പങ്കാളികളുമായ രാഷ്ട്രങ്ങൾ ഏറെയാണ്. മുൻ വിദേശകാര്യ സെക്രട്ടറി ശ്യാം സരൺ പറയുന്നതനുസരിച്ച് ഗൾഫ് രാജ്യങ്ങൾ പോലും ഇന്ന് പാകിസ്ഥാന് വേണ്ടി ഖജനാവ് തുറക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാലത്ത് ഇവരുടെയൊക്കെ ഗതി എങ്ങനെയായിരുന്നു എന്ന് ആലോചിക്കണം. ഇസ്ലാമാബാദിൽ നിന്ന് അവർക്ക് തിരിച്ചൊന്നും ലഭിച്ചിട്ടുമില്ല. പാകിസ്ഥാൻ ഏറ്റവും വലിയ രക്ഷാധികാരിയായി തുടരുന്നുണ്ടെങ്കിലും ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം പഴയ പോലെയൊന്നുമല്ല. അതായത് ബലൂചിസ്ഥാനിൽ ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയൊരുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇന്ന് അവർ പതിച്ച ദുരിതക്കയത്തിൽ നിന്ന് അവരിനി എങ്ങനെ കരകയറുമെന്ന് കണ്ടു തന്നെ അറിയണം. ഓപ്പറേഷൻ സിന്ദൂർ ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ചേർത്ത് വായിച്ചാൽ ഒരുപക്ഷെ അവർ ഇനി ഇതോടെ ഇല്ലാതാകുമോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ഇന്ത്യ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കേണ്ടി വരുമോ? പാകിസ്ഥാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ തന്നെ പാകിസ്ഥാൻ ഇല്ലാതാവില്ലേ? എന്തായാലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി.